ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് മൂന്നാമത്തെ മൊഡ്യൂളിൽ ലാസ്റ്റ് പാർട്ടാണ് നോക്കുന്നത്. റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോസർ, സെക്ഷൻ 188 ഓഫ് കമ്പനീസ് ആക്ട് 2013. എന്താണ് റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോസർ അല്ലെങ്കിൽ റിലേറ്റഡ് പാർട്ടി എന്താണ്? ഇറ്റ്സ് ആൻ എസെൻഷ്യലി എനി പാർട്ടി ദാറ്റ് കൺട്രോൾസ് ഓർ can significantly influence the management or operating policies of the company during the reporting period. എന്ന് പറയാൻ നമ്മളിപ്പോൾ ചില ആൾക്കാരെയൊക്കെ നമുക്ക് സ്വാധീനിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ കമ്പനിയിൽ ഒരു ഡയറക്ടറിനെ അറിയാം, അങ്ങനെയാണെങ്കിൽ നമുക്ക് റിലേറ്റീവ്സിന് കമ്പനിയിൽ കൂടുതൽ ഓർഡേഴ്സ് കൊടുക്കാം. അങ്ങനെ എന്താ പറയുക, എനി പാർട്ടി ദാറ്റ് കൺട്രോൾസ് അല്ലെങ്കിൽ ഓർ ക്യാൻ സിഗ്നിഫിക്കൻ്റ്ലി ഇൻഫ്ലുവൻസ് ദ മാനേജ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നവർ ഓർ ഓപ്പറേറ്റിംഗ് പോളിസീസ് ഓഫ് ദ കമ്പനി ഡ്യൂറിങ് ദ റിപ്പോർട്ടിംഗ് പീരീഡ്, അവരെ വിളിക്കുന്ന പേരാണെന്ന് റിലേറ്റഡ് പാർട്ടി എന്ന് വിളിക്കും. ഓക്കെ, ഇനി സെക്ഷൻ 2 സബ്സെക്ഷൻ 76 കമ്പനീസ് ആക്ട് അനുസരിച്ച് റിലേറ്റഡ് പാർട്ടി ആരൊക്കെയാണ്? ടു എ കമ്പനി റിലേറ്റഡ് പാർട്ടി ആരൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഒരു ഡയറക്ടറോ അയാളുടെ റിലേറ്റീവ്സോ, എ കീ പേഴ്സണൽ ഓർ ഹിസ് റിലേറ്റീവ്സ്. കീ പേഴ്സണൽ എന്ന് പറഞ്ഞാൽ മാനേജിങ് ഡയറക്ടർ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അതുപോലെ ചെയർമാൻ, അങ്ങനെ വരുന്നവരെല്ലാം മെയിനായിട്ടുള്ള എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, അവരെല്ലാം എന്താണ് കീ മാനേജീരിയൽ പേഴ്സണൽസ്. അവരോ അവരുടെ റിലേറ്റീവ്സോ. അല്ലെങ്കിൽ ഒരു ഫേം ഇൻ വിച്ച് എ ഡയറക്ടർ അല്ലെങ്കിൽ മാനേജർ ഓർ ഹിസ് റിലേറ്റീവ് ഇസ് എ പാർട്ട്ണർ, അങ്ങനെ ഒരു ഫേം. അല്ലെങ്കിൽ എ പ്രൈവറ്റ് കമ്പനി ഇൻ വിച്ച് ഡയറക്ടർ ഓർ മാനേജർ അല്ലെങ്കിൽ അയാളുടെ റിലേറ്റീവ്സ് ഈസ് എ മെമ്പർ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ എന്താണ്, പബ്ലിക് കമ്പനി ഇൻ വിച്ച് എ ഡയറക്ടർ ഓർ മാനേജർ ഈസ് എ ഡയറക്ടർ ആൻഡ് ഹോൾഡ് അലോങ് വിത്ത് ഹിസ് റിലേറ്റീവ്സ് മോർ ദാൻ 2%. ഡയറക്ടറോ അല്ലെങ്കിൽ അയാളുടെ റിലേറ്റീവ്സ് എല്ലാവരും കൂടെ ചേർന്ന് ഒരു 2% ആ കമ്പനിയിൽ പെയ്ഡപ്പ് ക്യാപിറ്റലായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ്, any body corporate whose board of directors, managing directors or manager is customized to act in accordance with the advice, directions or instructions of a director or manager. എങ്ങനെ ആയാലും ശരി. Then any person under whose advice, direction or instruction a director or manager is customized to act. ശരിക്കും പറഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ റിലേഷൻ വരാൻ പാടില്ല, അതാണ് മെയിൻ ഉദ്ദേശിക്കുന്നത്. ഇനി എനി കമ്പനി വിച്ച് ഈസ് എ ഹോൾഡിംഗ് കമ്പനി അല്ലെങ്കിൽ അതിൻ്റെ സബ്സിഡറി അല്ലെങ്കിൽ അസോസിയേറ്റ് ഓഫ് സച്ച് കമ്പനി. ഇനി സബ്സിഡറി ഓഫ് എ ഹോൾഡിംഗ് കമ്പനി ടു വിച്ച് ഇറ്റ് ഈസ് ഓൾസോ എ സബ്സിഡറി, അങ്ങനെ ഉള്ളത്. അടുത്ത് എ ഡയറക്ടറോ അല്ലെങ്കിൽ KMP എന്ന് പറയുമ്പോൾ എന്തുവാണ്, കീ മാനേജറിയൽ പേഴ്സണൽ ഓഫ് ഹോൾഡിംഗ് സബ്സിഡറി ഓർ അസോസിയേറ്റ് കമ്പനീസ് ഓഫ് സച്ച് കമ്പനി ഓർ ഹിസ് റിലേറ്റീവ്സ്. ഇപ്പോൾ നമ്മളൊരു വലിയൊരു മെഷീൻസ്, കോടിക്കണക്കിന് രൂപയുടെ മെഷീൻ മേടിക്കുന്നു കമ്പനിയിൽ. അങ്ങനെ കമ്പനിയിൽ കോടിക്കണക്കിന് രൂപയുടെ മെഷീൻ മേടിക്കുമ്പോൾ റിലേറ്റഡ് ആയിട്ടുള്ള പാർട്ടി ആയിരിക്കാൻ പാടില്ല. ആ റിലേറ്റഡ് പാർട്ടി ആരൊക്കെയെന്നാണ് പറയണത്, മനസ്സിലായോ? റിലേറ്റഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഡയറക്ടറിൻ്റെ റിലേറ്റീവായിട്ട് ഡയറക്ടറിൻ്റെയോ അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ഈ മാനേജർ പേഴ്സണിൻ്റെയോ ഏതെങ്കിലും ഒരാൾ ഈ നമ്മൾ കോൺട്രാക്റ്റ് മെഷീൻ മേടിക്കുന്നതിൻ്റെ അവരുമായിട്ട് ഒരു റിലേഷനും പാടില്ല. ഡയറക്ടേഴ്സ് ആരുടെയും റിലേറ്റീവ്സ് ആ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പാടില്ല. അവരുടെ ആരും എന്താ പറയുക, ഡയറക്ടേഴ്സ് വർക്ക് ചെയ്യാൻ പാടില്ല. അങ്ങനെ എന്താ പറയുക, അവരൊരു ക്ലോസ് റിലേഷൻഷിപ്പ് പാടില്ല. അതാ ഇതിൽ മെയിനായിട്ട് പറയുന്നത്. അങ്ങനെ എന്താ പറയുക, അതിനെ വിളിക്കുന്ന പേരാണ് റിലേറ്റഡ് പാർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഡയറക്ടേഴ്സോ അങ്ങനെ ആരെങ്കിലും റിലേറ്റീവ്സ് ആകാൻ പാടില്ല. ഡയറക്ടറിൻ്റെ റിലേറ്റീവ്സോ ഇതുപോലുള്ള മാറ്ററിൽ വരാൻ പാടില്ല. അതാണ് റിലേറ്റഡ് പാർട്ടി എന്ന് പറയുന്നത്. ഇനി റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ്, സെക്ഷൻ 188 സബ്സെക്ഷൻ 1 അനുസരിച്ചിട്ട്
take place with the companies related parties who hold a pre-existing relationship prior to the transaction മുമ്പ് ഒരു pre-existing relationship ഉണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷനെ വിളിക്കുന്ന പേരാണെന്ന് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ എന്ന് പറയും. This section is applicable to all kinds of companies, whether public or private. അങ്ങനെയൊന്നുമില്ല. Then the following are deemed to be related party transactions. എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാൽ കമ്പനിയും റിലേറ്റഡ് പാർട്ടിയുമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് എന്തൊക്കെയാണ്? സെയില്, പർച്ചേസ് ഓർ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ മെറ്റീരിയൽസ്, സെല്ലിംഗ് ഓർ ബൈയിങ് പ്രോപ്പർട്ടി ഓഫ് എനി കൈൻഡ്, ലീസിംഗ് ഓഫ് പ്രോപ്പർട്ടി ഓഫ് എനി കൈൻഡ്, അവൈലിംഗ് ഓർ റെൻഡറിംഗ് ഓഫ് എനി സർവീസസ്, അപ്പോയിൻമെൻറ്റ് ഓഫ് അൻ ഏജൻറ്റ് ഫോർ പർച്ചേസ് ഓർ സെയിൽ ഓഫ് ഗുഡ്സ്, മെറ്റീരിയൽസ് ഓർ പ്രോപ്പർട്ടി, സച്ച് റിലേറ്റഡ് പാർട്ടി അപ്പോയിൻമെൻറ്റ് ടു എനി ഓഫീസ് ഓർ പ്ലേസ് ഓഫ് പ്രോഫിറ്റ് ഇൻ ദ കമ്പനി, ഇറ്റ്സ് അസോസിയേറ്റ് ഓർ സബ്സിഡറി കമ്പനി, അണ്ടർ റൈറ്റിംഗ് the subscription of any security or derivatives thereof of the company. ഇത് ഇത്രയുമാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെന്താ ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ ദ കമ്പനി ആൻഡ് ഇറ്റ്സ് റിലേറ്റഡ് പാർട്ടി എന്ന് പറയുന്നത്. The board meeting at which the resolution is proposed to be moved shall disclose. എന്തൊക്കെ ഡിസ്ക്ലോസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ആണെങ്കിൽ ബോർഡ് എന്തൊക്കെ ഡിസ്ക്ലോസ് ചെയ്യണം? നെയിം ഓഫ് റിലേറ്റഡ് പാർട്ടി ആൻഡ് നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ്. ഇനി നേച്ചർ, ഡ്യൂറേഷൻ ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് കോൺട്രാക്റ്റ് ഓർ അറേഞ്ച്മെൻറ്റ്സ്. ദ മെറ്റീരിയൽ ടേംസ് ഓഫ് ദ കോൺട്രാക്റ്റ് ഓർ അറേഞ്ച്മെൻറ്റ് ഇൻക്ലൂഡിംഗ് ദ വാല്യൂ. എനി അഡ്വാൻസ്ഡ് പെയ്ഡ് ഓർ റിസീവ്ഡ് ഫോർ ദ കോൺട്രാക്റ്റ് ഓർ അറേഞ്ച്മെൻറ്റ്. Any other information relevant or important for the board to take a decision on the proposed transactions. ഇത് ഇത്രയും ബോർഡിലുണ്ടായിരിക്കണം. ഒരു റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ആണെങ്കിൽ അതിന് മുമ്പേ ബോർഡ് ഇത്രയും എന്ത് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇത് കൂടാതെ കുറച്ച് പോയിൻറ്സും കൂടെ നോക്കണം നമ്മൾ. വേറെ എനി ഡയറക്ടർ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ എനി കോൺട്രാക്റ്റ് ഓർ അറേഞ്ച്മെൻറ്റ് വിത്ത് എ റിലേറ്റഡ് പാർട്ടി. അങ്ങനെ റിലേറ്റഡ് പാർട്ടിയുടെ കോൺട്രാക്റ്റ് ഒരു ഡയറക്ടർ കൊണ്ടുവരികയാണോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നമ്മുടെ കമ്പനിയിൽ വരികയാണെങ്കിൽ സച്ച് ഡയറക്ടർ ഷാൾ നോട്ട് ബി പ്രസൻറ്റ് അറ്റ് ദ മീറ്റിംഗ് ഡ്യൂറിങ് ദ ഡിസ്കഷൻ ഓഫ് സച്ച് മാറ്റർ. ബോർഡ് ഓഫ് മീറ്റിങ്ങിലോ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിങ്ങിലോ ആ ഡയറക്ടർ എന്ത് ചെയ്യാൻ പാടില്ല, ആ ഡിസ്കഷൻ നടക്കുന്നുണ്ടെങ്കിൽ ആ ഡയറക്ടർ പങ്കെടുക്കാൻ പാടില്ല. ഇനി അഥവാ പങ്കെടുക്കുകയാണെങ്കിൽ അയാൾ വോട്ട് ചെയ്യാനും പാടില്ല, കോറത്തിൽ അയാളുടെ കൂട്ടാനും പാടില്ല. Also, every contract or arrangement entered into under subsection 1 shall be referred in the board's report along with justification. എന്ന് പറഞ്ഞാൽ ഈ കോൺട്രാക്റ്റ് എന്തുകൊണ്ട് എടുത്തു, ഈ റിലേറ്റഡ് പാർട്ടി കോൺട്രാക്റ്റ് എന്തുകൊണ്ടെടുത്തു അതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ ഉൾപ്പെടെ എന്തെല്ലാം വയ്ക്കണം, നമ്മൾ ബോർഡ് റിപ്പോർട്ടിൽ വയ്ക്കണം. In certain cases എന്ത് ചെയ്യാം, in addition to the approval of board of directors, prior approval വേണം. എന്താ, മെമ്പേഴ്സിൻ്റെ സ്പെഷ്യൽ റെസൊല്യൂഷൻ മസ്റ്റ് ബി sought before entering into the related party transactions. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷന് മുമ്പ് ചില കേസിൽ എന്ത് ചെയ്യണം, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മാത്രം അപ്രൂവൽ പോരാ, സ്പെഷ്യൽ റെസൊല്യൂഷൻ, മെമ്പേഴ്സിൻ്റെ സ്പെഷ്യൽ റെസൊല്യൂഷനും കൂടെ വേണം. In case of listed companies, all related party transactions shall require prior approval of audit committee for a period not exceeding 1 year. ഓഡിറ്റ് കമ്മിറ്റിയുടെ ഒരു പ്രയർ അപ്രൂവൽ കൂടെ വേണം ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ. ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ എല്ലാ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ്റെയും ഒരു പ്രയർ അപ്രൂവൽ ആരുടെ നിന്ന്, ഓഡിറ്റ് കമ്മിറ്റിയിൽ നിന്നും കൂടെ വേണം. ഇനി എക്സംഷൻസ് പറയണം. It is to be noted that above mentioned condition shall not be applicable if the transaction entered into by the company in ordinary course of business which of arm's length basis. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറയത്തില്ലേ, ഇപ്പോൾ കൊറോണയുടെ കാലത്താണ്, അപ്പോൾ എന്താണ്, എല്ലാവരും 1 മീറ്റർ അല്ലെങ്കിൽ ഇത്ര ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്ന് പറയത്തില്ല. അല്ലെങ്കിലും നോർമലി നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ഫ്രണ്ട്സ് ആയാലും ആരായാലും ശരി, നമ്മൾ
നമ്മുടെ എല്ലാ പേഴ്സണൽ കാര്യങ്ങളും നമ്മൾ പറയാറില്ല, അവരിൽ നിന്നൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണമെന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇത് എത്ര ക്ലോസ് റിലേറ്റഡ് പാർട്ടി ആണെങ്കിലും ശരി, ഒരു ഡിസ്റ്റൻസ് ഇട്ട് അവരുമായിട്ട് ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ, അതും ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് ആണെങ്കിൽ അതിന് എക്സംഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് എക്സ്പ്രഷൻ ആംസ് ലെങ്ത് ബേസിസ് മീൻസ് ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ടു റിലേറ്റഡ് പാർട്ടീസ് ദാറ്റ് ഈസ് കണ്ടക്റ്റഡ് ആസ് ഇഫ് ദേ വെയർ അൺറിലേറ്റഡ് സോ ദാറ്റ് ദർ ഇസ് നോ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ യാതൊരു റിലേഷൻഷിപ്പ് ഇല്ലാത്തതുപോലെ അവർ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് എന്താണ്? ആംസ് ലെങ്ത് ബേസിസ്. അതാണെങ്കിൽ എക്സെപ്റ്റ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് പറയുന്നത് കോൺസിക്വൻസ് ഓഫ് നോൺ കംപ്ലയൻസ് ഓഫ് ദ പ്രൊവിഷൻസ് ഓഫ് റിലേറ്റഡ് പാർട്ടീസ്. അതിൻ്റെ കോൺസിക്വൻസാണ് പറയുന്നത്. ഇറ്റ് മേക്സ് ദ അറേഞ്ച്മെൻറ്റ് വോയിഡബിൾ. നമുക്ക് വേണമെങ്കിൽ, അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് അവരുടെ ഓപ്ഷനിൽ വേണമെങ്കിൽ, ഇതിപ്പോൾ റിലേറ്റഡ് പാർട്ടിയാണ്, വേണമെങ്കിൽ ഇതെന്ത് ചെയ്യാം, അവരുടെ ഓപ്ഷനിൽ കോൺട്രാക്റ്റ് മീറ്റിംഗ് നടന്ന് ഒരു 3 മാസത്തിനകത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വോയിഡ് ചെയ്യാം, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, വാലിഡ് ആക്കാം. പക്ഷേ അത് ആരുടെ ഒപ്പീനിയനിൽ? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഒപ്പീനിയനിൽ ആണ് ഫസ്റ്റ് വൺ, വിത്തിൻ 3 months. നെക്സ്റ്റ് ഈസ് ഇൻഡംനിഫൈ എന്ന് പറയുമ്പോൾ, ഇഫ് ദ കോൺട്രാക്റ്റ് ഓർ അറേഞ്ച്മെൻറ്റ് ഈസ് വിത്ത് എ റിലേറ്റഡ് പാർട്ടി ടു എനി ഡയറക്ടർ, ദ ഡയറക്ടർ കൺസേൺ ഷാൾ ഇൻഡംനിഫൈ ദ കമ്പനി അഗൻസ്റ്റ് എനി ലോസ് ഇൻകോർഡ് ബൈ ഇറ്റ്. ഇത് എന്തെങ്കിലും ലോസ് സംഭവിക്കുകയാണെങ്കിൽ ഡയറക്ടർ തന്നെ വഹിച്ചു കൊള്ളാം എന്നുള്ള രീതിയിൽ. അടുത്ത മൂന്നാമത്തെ പ്രൊസീഡിങ്സ് അഗൻസ്റ്റ് ഡയറക്ടർ. എന്തെങ്കിലും ലോസ് സഫർ ചെയ്ത കമ്പനിക്ക് ഡയറക്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എംപ്ലോയിക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റും? ലോസ് റിക്കവർ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൽ പറയുന്നത്. 4, പെനാലിറ്റി. കമ്പനീസ് ആക്ട് പ്രകാരം പെനാലിറ്റി ഉണ്ട്. ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ പണിഷബിളാണ് ആ ഡയറക്ടർ. ആരാണോ ഇതിൽ റിലേറ്റഡ് പാർട്ടി ആയിട്ട് വരുന്ന ഡയറക്ടർ, അയാൾ എന്ത് ചെയ്യുന്നു? ഇംപ്രിസൺമെൻറ്റ് മാക്സിമം ചിലപ്പോൾ 1 year വിത്ത് ഫൈൻ ആയിരിക്കാം. അതും 25,000 തൊട്ട് 5 lakh അല്ലെങ്കിൽ ബോത്ത്, അങ്ങനെ ഒരു പണിഷബിളുണ്ട്. ഇനി അതർ കമ്പനീസ് ആണെങ്കിൽ പണിഷബിൾ വിത്ത് എ ഫൈന് 25,000 to 5 lakhs വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇതാണ് അതിൻ്റെ റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോസർ. നെക്സ്റ്റ് ഈസ് ഓൺലൈൻ ഫില്ലിംഗ് ഓഫ് ഡോക്യുമെൻറ്റ്. ഇന്നെല്ലാം നമ്മുടെ കാലമെല്ലാം ഡിജിറ്റൽ ആയിലോട്ട് മാറിയിരിക്കുന്നു. എല്ലാം ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ പോലും ഇപ്പോൾ ഡിജിറ്റലൈസ് ചെയ്തു. എല്ലാം എന്ത് ചെയ്യുന്നു? ഡിജിറ്റൽ മാർക്കറ്റിംഗ് എല്ലാം ഡിജിറ്റലൈസ് ചെയ്യുന്ന ഇത് നമ്മുടെ ഗവൺമെൻറ്, ദ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഓൾറെഡി എന്ത് ചെയ്യുന്നു? അവർ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കമ്പനീസ് നോർമലി രജിസ്ട്രാറിൻ്റെ അടുത്ത് കൊടുക്കുന്നതും എല്ലാം എന്ത് ചെയ്യുന്നു? നേരത്തെ പോയി ഓഫീസിൽ പോയി കൊടുക്കുക, അതുപോലെ എല്ലാം ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക, അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു. അതെല്ലാം ഡിജിറ്റലൈസ് ചെയ്തു. അതാണ് MCA 21 എന്ന് പറയുന്നത്. പ്രോജക്റ്റിൻ്റെ പേരാണ് MCA 21. പിന്നെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് എന്ത് ചെയ്യുന്നു? ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നു. എല്ലാം റിലേറ്റഡ് വർക്ക് എല്ലാം ഫില്ലിംഗ് ഓഫ് ഡോക്യുമെൻറ്റ്സും എല്ലാം രജിസ്ട്രാറിനുള്ളതെല്ലാം എന്ത് ചെയ്യുന്നു? ഓൺലൈൻ ആക്കുന്നു. അതാണ് എന്നിട്ട് അപ്രൂവ് ചെയ്യുന്നത് MCA and getting approval from MCA. The physical filling of all forms has been discontinued and converted into electronic form. It's almost a paperless വർക്കാണ് MCAക്ക്, except in a few cases where നമുക്ക് പേപ്പർ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഡ്യൂ ടു ലീഗൽ ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ്. അതിന് നമ്മൾ പേപ്പർ ഉപയോഗിച്ചേ പറ്റുള്ളൂ. ബാക്കി എല്ലാ കേസിലും പേപ്പർലെസ് ആണ്. ഇത് MCA 21 എന്നാണ് ഇതിൻ്റെ പ്രോജക്റ്റിൻ്റെ ടേം. ദിസ് സ്കീം ഡസ് നോട്ട് കവർ മാറ്റർ റിലേറ്റിംഗ് ടു വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനീസ്. ഇതിൽ ഇൻക്ലൂഡഡ് അല്ല. പ്രോജക്റ്റ് ബിക്കം ഫുള്ളി ഓപ്പറേഷണൽ ഓൺ 15th September 2006. ഡേറ്റ് ശ്രദ്ധിച്ചോളാം. 15th September 2006 ഒരു ബിക്കം ഫുള്ളി ഓപ്പറേഷണൽ ആയത്.
Then matters covered under MCA 21. 15th September 2006 onwards ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എന്താണ് ഇതിൽ വന്നിട്ടുണ്ട്. അതായത് രജിസ്ട്രേഷൻ ആൻഡ് ഇൻകോർപ്പറേഷൻ ഓഫ് എ ന്യൂ കമ്പനീസ്, ഫില്ലിംഗ് ഓഫ് ആനുവൽ റിട്ടേൺസ് ആൻഡ് ബാലൻസ് ഷീറ്റ്, ഫില്ലിംഗ് ഓഫ് ഫോംസ് ഫോർ ചേഞ്ചിങ് ഓഫ് നെയിംസ്, അഡ്രസ്, ഡയറക്ടേഴ്സ് ഡീറ്റെയിൽസ്, രജിസ്ട്രേഷൻ, മോഡിഫിക്കേഷൻ ആൻഡ് വെരിഫിക്കേഷൻ. അതിലൊരു 5ഉം 6ഉം അത് മിസ്റ്റേക്കാണ്, സോറി. അടുത്ത ഇൻസ്പെക്ഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ്, ഇഷ്യൂ ഓഫ് സർട്ടിഫൈഡ് കോപ്പീസ്, ആപ്ലിക്കേഷൻ ഫോർ പെർമിഷൻ റിക്വയർഡ് അണ്ടർ വേരിയസ് പ്രൊവിഷൻസ് ഓഫ് കമ്പനി ലോ, approval from central government and registrar of companies, investor grievance rehearsal. ഇത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും അണ്ടർ MCA 21 പ്രോജക്റ്റ്. നെക്സ്റ്റ് പറയുന്നത് ഇലക്ട്രോണിക് ഫില്ലിംഗ് ഓഫ് ഡോക്യുമെൻറ്റ്സ്. അതിലെ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട് 2013 ആണ് പറയുന്നത്. നമുക്ക് ഓൾറെഡി എന്താണ് പറയണത്, ഇപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ഉണ്ട്. അപ്പം അതിനെ ഒന്ന് ഓവർകം ചെയ്യാതെ നമ്മുടെ കമ്പനീസുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസാണ് ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദ സെൻട്രൽ ഗവൺമെൻറ് മേക്ക് rules so as to require from such date as may be prescribed in rules that. എന്തൊക്കെയാണ് അതിൽ വരുന്നത്? ആപ്ലിക്കേഷൻസ്, ബാലൻസ് ഷീറ്റ്, പ്രോസ്പെക്ടേഴ്സ്, റിട്ടേൺ, ഡിക്ലറേഷൻ, മെമ്മോറാണ്ടം, ആർട്ടിക്കിൾസ്, പർട്ടിക്കുലർ ഓഫ് ചാർജസ് ഓർ ഡോക്യുമെൻറ്റ്സ് ആസ് മേ ബി റിക്വയർഡ് ടു ബി ഫിൽഡ് ആർ ഡെലിവേർഡ്. ഏത് മാനറിലാണ്? നമുക്ക് ഇലക്ട്രോണിക് ഫോം ആൻഡ് ഓതറൈസ് ഇൻ സച്ച് മാനറിൽ തന്നെയാണ്. ഇനി ഡോക്യുമെൻറ്റ്സ്, നോട്ടീസ്, എനി കമ്മ്യൂണിക്കേഷൻസ്, അതും എങ്ങനെയാണ്? സെയിം ഇലക്ട്രോണിക് ഫോമിൽ തന്നെ നമുക്ക് രജിസ്ട്രാറിന് അയച്ചു കൊടുക്കാം. നെക്സ്റ്റ് സച്ച് ആപ്ലിക്കേഷൻ, ബാലൻസ് ഷീറ്റ്, പ്രോസ്പെക്ടേഴ്സ്, റിട്ടേൺ, രജിസ്ട്രാർ, മെമ്മോറാണ്ടം, ആർട്ടിക്കിൾസ്, അതുപോലെ പർട്ടിക്കുലർസ് ഓഫ് ചാർജസ് ഓർ ഡോക്യുമെൻറ്റ് ഫിൽഡ് അണ്ടർ ദിസ് ആക്ട് ഷാൽ ബി മെയിൻറ്റെയിൻഡ് ബൈ ദ രജിസ്ട്രാർ. എങ്ങനെയാണ്? അതും ഇലക്ട്രോണിക് ഫോമിലാണ്. നെക്സ്റ്റ് പറയുന്നത് സച്ച് ഇൻസ്പെക്ഷൻ ഓഫ് മെമ്മോറാണ്ടം, ആർട്ടിക്കിൾ, രജിസ്ട്രാർ, ഇൻഡെക്സ്, ബാലൻസ് ഷീറ്റ്, റിട്ടേൺ ഓർ ഡോക്യുമെൻറ്റ് മെയിൻറ്റെയിൻഡ് ഇൻ ദ ഇലക്ട്രോണിക് ഫോം അവൈലബിൾ. ഇൻസ്പെക്ഷൻ എങ്ങനെയാണ്? പേഴ്സൺ ത്രൂ ഇലക്ട്രോണിക് ഫോം. ആർക്ക് വേണോ ഇലക്ട്രോണിക് ഫോമിൽ ചെയ്യാമെന്നാണ് പറയുന്നത്. ദെൻ അടുത്ത് സച്ച് ഫീസ്, ചാർജസ് ഓർ അതർ സം പേബിൾ അണ്ടർ ദിസ് ആക്ട് അല്ലെങ്കിൽ റൂള് പെയ്ഡ് ത്രൂ എങ്ങനെയാണ്? ഇലക്ട്രോണിക് ഫോമാണ്, സാധാരണ പറയുന്ന പോലെ. ഇത്രയും കാര്യങ്ങളായി. ദെൻ ദ രജിസ്ട്രാർ ഷാൾ രജിസ്റ്റർ changes of registered office, alternation of memorandum, prospectors, issue of certificate of incorporation, അതുപോലെ register such documents, issue such certified, record the notice, receive such communications. ഇതെല്ലാം എങ്ങനെയാണ്? ഇലക്ട്രോണിക് ഫോമിലോട്ട് മാറ്റി. exercised by registrar in the electronic form in such manner as may be prescribed. ലാസ്റ്റ് പോയിന്റ് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് may by notification frame a scheme to carry out the provision of this act through the electronic form. ഇപ്പോൾ നമ്മൾ മൂന്നാമത്തെ മൊഡ്യൂൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു.